എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ മലയാളത്തിൽ റീൽസ് വന്ന് ശരിക്കും നമ്മൾ വീഡിയോ കാണാനായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവാൻ പോലും നിവൃത്തിയില്ലാതെ വന്നിരിക്കുകയാണ്. കുറച്ചധികം ആളുകളെ കാരണം, അതായത് സമൂഹത്തിൽ എന്തോ വലിയ സെലിബ്രിറ്റി എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. പക്ഷെ ഒരു കോപ്പും കൊള്ളില്ല കാണിക്കുന്നത് കാണാനായിട്ട്. നമ്മൾ പറയുന്നത് മറ്റാരെ കുറിച്ചിട്ടും അല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അലൻ ജോസ് പെരേരയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പെരേരയെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ ഇവനെയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ശരിക്കും അഭിനയിക്കാൻ അറിയാമോ? ഇല്ല. മാന്യമായിട്ട് പെരുമാറാൻ അറിയാമോ? ഇല്ല. ഒരു സ്റ്റാൻഡ് ഉണ്ടോ? അതുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത കുറച്ചധികം വാഴകളെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും യൂട്യൂബും അങ്ങനെ കുറച്ചധികം സോഷ്യൽ മീഡിയകളാണ് ഇത്തരക്കാർക്ക് വളമായിട്ട് ഇവരെയൊക്കെ വളർത്തി വിടാനായിട്ട് മുൻകൈയെടുത്ത് നിൽക്കുന്നത്. സത്യത്തിൽ ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ ഏത് അണ്ടനും അടകോടനും സെലിബ്രിറ്റി ആയിട്ട് മാറുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം പറയാനായിട്ട് വന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഞാൻ യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്നാൽ പോലും ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന അലൻ ജോസ് പെരേരയും ഒപ്പം ഡോക്ടറാണ് എന്ന് പറയുന്നു. ആണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. കമന്റ് ബോക്സിലൊക്കെ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒപ്പമുള്ള സ്ത്രീ ഡോക്ടറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൃത്യതയൊന്നുമില്ല എനിക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഇവരെ കുറിച്ചിട്ട് പറയുമ്പോൾ ഡോക്ടറാണ് എന്നാലും ഡോക്ടറിൻ്റെതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള മാന്യതയും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു സ്ത്രീയും കൂടി കാണിച്ചു കൂട്ടുന്ന പോക്കൃത്തരങ്ങൾ എന്ന് തന്നെ പറയണം. പോക്കൃത്തരങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ശരിക്കും റീൽസ് എന്നതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടലുകളാണ് ഇതൊക്കെ കാണിച്ചു വെക്കുന്നത്. ശരിക്കും ഇവനെയൊക്കെ ആരാണ് എടുത്ത് സെലിബ്രിറ്റി എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കുറച്ച് കൂതറ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് എങ്ങനെയെങ്കിലും ഇവറ്റകൾക്കൊക്കെ ഒന്ന് വൈറലാവുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരാക്രമം വേണേലും കാണിച്ചു വെക്കും. ആരുടെ മുന്നിലും ഏത് കോപ്രായങ്ങൾ കാണിച്ചു വെക്കാനും ഇതിനൊന്നും നാണവും ഇല്ല, മാനവും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവനെ ഒന്ന് നിയന്ത്രിക്കാൻ പോലും വീട്ടിലുള്ള ആരും ഇല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഈ പറയുന്ന അലൻ ജോസിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒപ്പം തുള്ളുന്ന ആ ഒരു പെണ്ണുപിള്ളയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇവൾക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. എന്തൊരു വേഷമാണ് ഈ ഒരു സ്ത്രീയുടേത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചധികം ആളുകൾക്ക് കുരു പൊട്ടും. നിനക്ക് എന്താടി മുതുക്കി തള്ളേ, നിനക്കെന്താ ഈ ആ ഒരു പെണ്ണിന്റെ വേഷത്തിന് എന്താണ് കുറവ് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപയോഗവുമില്ലാത്ത കുറച്ച് അധികം വാഴകളും ഉള്ള ഒരു സമൂഹത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ലജ്ജാവഹമാണ്. അപ്പോൾ എന്തായാലും ഈ കൂതറകൾ ചേർന്നിട്ടുള്ള ചില റീൽസുകൾ നമുക്ക് കണ്ടിട്ട് വരാം. ശരിക്കും ഈ അലൻ ജോസ് പെരേരയുടെ കാര്യമാണ് എനിക്ക് വീണ്ടും പറയാനായിട്ട് തോന്നുന്നത്. ആ ഒരു പെണ്ണുപിള്ളയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ അറിയാം, റീൽസിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായങ്ങളും കാണിക്കും. പിന്നെ വീട്ടിലൊന്നും ഇതൊക്കെ കുറച്ചധികം പെൺപിള്ളേർ വീട്ടിലൊന്നും ആരും പറഞ്ഞാൽ കേൾക്കാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു നാടാണ് ഇപ്പോൾ കേരളം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അവര് സമ്പാദിക്കുന്നു, അവരുടെ ഇഷ്ടം. പാരൻസിന് പോലും ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ കാലത്തുള്ള എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ പോലും കുറച്ച് അധികം പെൺകുട്ടികളും അത്തരക്കാർ തന്നെയാണ്. കാരണം മാതാപിതാക്കൾ വെറും നോക്കുകുത്തികളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം മക്കൾ അവരുടെ ഇഷ്ടങ്ങളും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം അവരാണ് നോക്കുന്നത്. എന്നാൽ പണം ചെലവാക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും പാരൻസ് വേണം. പക്ഷേ എപ്പോഴും തീരുമാനങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവരുടെ ഇഷ്ടത്തിന് തന്നെ ആയിരിക്കും. മാതാപിതാക്കൾക്കൊക്കെ കാലേ കിടക്കുന്ന പൂടേര വില പോലും ഇല്ല. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പോക്കെന്ന് പറയുന്നത്. ഈ ഒരു പെണ്ണിന്റെ വേഷമൊക്കെ കണ്ടപ്പോഴത്തേക്ക് കാണുന്നവർ ചിലപ്പം തെറ്റിദ്ധരിച്ചേക്കാം, ഇവളേതോ സിനിമാ താരമോ ഇവളെന്തോ സംഭവമാണെന്നൊക്കെ വിചാരിച്ചേക്കാം. ശരിക്കും ഈ പറയുന്ന അലൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയോടുകൂടി റീൽസ് എടുക്കുന്നതിന് കാണിച്ചു കൂട്ടുന്ന ഒരു കോപ്രായങ്ങളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരിക്കും ഇതിനൊക്കെ വിദ്യാഭ്യാസമില്ലേ, വിവരമില്ലേ? വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന അലനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ശരിക്കും പുള്ളിക്കാരനെ ഏകദേശം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പിരിപോയ സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് പുള്ളി കാണിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ സന്തോഷ് പണ്ഡിറ്റ്ജിയെ ഇൻ്റർവ്യൂകൾക്കൊക്കെ വിളിക്കുമായിരുന്നു. വിളിച്ചതിന് ശേഷം പുള്ളിയെ അപമാനിച്ചങ്ങ് വിടും. പക്ഷേ പണ്ഡിറ്റ്ജി ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. ഈ അപമാനിക്കാൻ വിളിക്കുന്നവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും കുഴിയിൽ കിടക്കുന്ന അപ്പൂപ്പനെ വരെ വിളിച്ചിട്ട് മാത്രമേ ഈ പറയുന്ന പണ്ഡിറ്റ്ജി അടങ്ങത്തുള്ളായിരുന്നു. പക്ഷേ അലനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയെ വിളിച്ചിട്ട് മാക്സിമം എവിടെയൊക്കെ അയാളെ അപമാനിക്കാൻ പറ്റും
അമ്മാതിരി അപമാനമാണ് പുള്ളിക്കാരന് കൊടുത്തിട്ടുള്ളത്. പുള്ളി തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരനെ വിവാഹ ഫംഗ്ഷനുകളിലൊക്കെ ഡാൻസിന് വിളിക്കും. അപ്പോൾ പുള്ളി ഡാൻസ് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്തിന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെയ്യാനും സമ്മതിക്കത്തില്ല, പൈസയും കൊടുക്കത്തില്ല, അപമാനിച്ച് വിടും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും ഇവനെയൊക്കെ എടുത്ത് സെലിബ്രിറ്റി ആയിട്ട് വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാൾ കളിക്കുന്ന ഡാൻസുകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇതിനേക്കാളും വളരെ മനോഹരമായിട്ട് ചെറിയ കുട്ടികൾ വരെ കളിക്കും. എന്തുവാടെ ഈ ചെക്കൻ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും വളരെ മോശമായിട്ടുണ്ട്. ഇവനൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലും ചെയ്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. കാരണം ഇവനൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിറഞ്ഞാടുന്നത് കൊണ്ടല്ലേ ഇവൻ്റെയൊക്കെ പേക്കൂത്തുകൾ എത്ര കാണണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അത് കണ്ണിൽ കയറി വരും. അബദ്ധത്തിൽ തന്നെ നമുക്ക് കാണേണ്ട ഒരു സാഹചര്യം വരും. പലവട്ടം ഓരോരുത്തരും എടുത്തിട്ട് അലക്കി വിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ പറയുന്ന അലൻ ജോസ് പെരേര. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് റീൽസ് കണ്ടപ്പോഴത്തേക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വയം ഊളയാവാനായിട്ട് നിൽക്കാണ്ട് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. അത്രേ എനിക്ക് ഈ ഒരു ചെറുക്കനോട് പറയാനായിട്ടുള്ളൂ. എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ കമൻറ്റുകൾ തൊഴിലാളികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു പാവം ചെറുക്കനെ എന്തൊക്കെയാണ് പറയുന്നത്? പാവം ചെറുക്കൻ, പാവം കുട്ടി, അത് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയാനായിട്ട് ആരും വരണ്ട. എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.